ഇതിനു മുമ്പ് അമേരിക്കയിൽ ഇനി വരുന്ന ഇലക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, അമേരിക്കയിൽ വരുന്ന ഈ ഇലക്ഷൻ അമേരിക്കയിൽ വരുമ്പോൾ ഒരിക്കലും ഇല്ലാത്ത കണക്ക് മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ഇലക്ഷനിൽ ഇടപെടും. അമേരിക്കൻ ഇലക്ഷൻ TV വാർത്തകളിൽ എന്തോ ഒരു വലിയ, നേരത്തെയൊക്കെ ഉണ്ടെങ്കിലും ഇത് അതിനേക്കാൾ വലുതായിരിക്കും ഈ പ്രാവശ്യത്തത്. അവസാനം റൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി തന്നെ വീണ്ടും ജയിക്കും. ഞാൻ ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. വീണ്ടും ഈ റൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി വരുന്നത് ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ അടുത്ത വാതിൽ തുറക്കുന്നു എന്നുള്ളതിൻ്റെ പ്രവചനത്തിനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. ഇതാണ് നടക്കുക. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ഓരോ അടയാളങ്ങൾ പറയുന്നത് കർത്താവിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഈ റൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി വീണ്ടും അധികാരത്തിൽ അമേരിക്കയിൽ വരുന്നതോടുകൂടി മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആ പൊട്ടി പുറപ്പെടുന്ന തരത്തിൽ ഇങ്ങനെ നിൽക്കും. ഈ സമയത്ത് മീറ്റിംഗ് വളരെ ശക്തമായിരിക്കും. ഈ ഏഷ്യയിലുള്ള മീറ്റിംഗ്. ഇന്ത്യയിലെ എലക്ഷൻ കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന മരമായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ തളിർത്ത ഇലകളില്ലാത്തതും എന്നാൽ ഉണങ്ങാവുന്നതുമായ ഒരു ഭരണകൂടം ഇന്ത്യയിലേക്ക് വരും. അതിന് ശക്തി വളരെ കുറവായിരിക്കും. ഇന്ത്യയിൽ എപ്പോഴോ 2 ഇലക്ഷൻ കാണിക്കുന്നു. അത് ഈ വർഷത്തെ ഇലക്ഷന് ശേഷമാണോ അടുത്ത വർഷത്തെ ആണോന്ന് അറിയില്ല. ഉണങ്ങിക്കരിഞ്ഞ ഒരു ഭരണകൂടം വന്നിട്ട് മുന്നോട്ട് പോകാതെ വീണ്ടും ഒരു ഇലക്ഷനും കൂടെ 5 വർഷത്തിനകത്ത് വെച്ച് ഉണ്ടാകാൻ 100% സാധ്യത. അത് ഈ വർഷമാണോ അടുത്ത വർഷമാണോ എന്നറിയില്ല, അടുത്ത പ്രാവശ്യമാണോ എന്ന് എനിക്കറിയില്ല. ഈ 2019 ഇനി അടുത്ത ഇലക്ഷൻ അല്ലേ? 2019 ആ 2019 കഴിഞ്ഞിട്ടാണോ അതോ അതിൻ്റെ 5 വർഷം കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. എനിക്കത് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും അടയാളത്തിൽ കേരളത്തിൽ ഇവരുടെ ഈ ഗൂഢാലോചന നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും. കേരളത്തിൽ ഭരിക്കുന്നത് ഇതും വ്യക്തമാണ്. കേരളത്തിൽ ചങ്കൊടിയാണ് കർത്താവിനെ ദർശനത്തിൽ കാണിച്ചത്. അപ്പോൾ കേരളത്തിൽ നോക്കിക്കോണം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കും. പിന്നെ കേന്ദ്രത്തിൽ ഉണങ്ങുന്ന മരം പോലെ വലിയ തളിർത്ത ഇലകളില്ലാത്ത ഭരണകൂടം ഭരിക്കും. അമേരിക്കയിൽ ആര് വരുന്നുണ്ട്? ട്രംപ് വരുന്നുണ്ട്. ഇതാണ് അടയാളമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇസ്രയേലിൽ ചില കാര്യങ്ങൾ നടക്കും. ഗോഗ് മാഗോഗ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ സമയത്ത് ഇസ്രയേലിൽ ചില കാര്യങ്ങൾ നടക്കും. ഇസ്രയേലിൽ അവരുടെ ദേവാലയം പണിയുവാനായിട്ടുള്ള ചില ആലോചനകൾ അവരുടെ ഇടയിൽ നടക്കും. ആ ആലോചന ശക്തമായിക്കൊണ്ട് അവരൊരു പബ്ലിസിറ്റി, ഒരു വാർത്ത അവർ പുറത്തുവിടും. ഞങ്ങളുടെ ദേവാലയം, സോളമൻ പണിത ദേവാലയം ഞങ്ങൾ പണിയും എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത അവർ പുറത്തുവിടുമ്പോൾ ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ പടകൾ രംഗത്തിറങ്ങാൻ തയ്യാറാകും. അങ്ങനെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പ്രവൃത്തി വരുന്നത്. ഇങ്ങനെയാണ്. ഞാനിത് പറഞ്ഞാലും പറഞ്ഞില്ലേലും നിങ്ങൾ നോക്കിക്കോ, ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഇത് തന്നെ സംഭവിക്കും. ഈ ഇസ്രയേലിൽ ഇതങ്ങോട്ട് കൽപ്പന പുറപ്പെടുപ്പിക്കുമ്പോൾ എന്തു ചെയ്യും? ആദ്യം ഒരു രാജ്യത്തിൽ നിന്ന് മിസൈൽ ഇസ്രയേലിലേക്ക് വരും. ആ രാജ്യത്തിനെതിരെ ഇസ്രായേൽ മിസൈൽ അയക്കും. അത് കഴിയുമ്പോൾ ആ രാജ്യത്തിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത രാജ്യം കയറും. ആ രാജ്യത്തിനെതിരെ ഇസ്രായേൽ അയക്കും. ഈ സമയത്ത് UN പല കൽപ്പനകൾ പ്രകടിപ്പിക്കും, കേൾക്കത്തില്ല. അത് കഴിയുമ്പോൾ അടുത്ത രാജ്യവും കൂടെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങൾക്കെതിരെ യുദ്ധവുമായിട്ട് അമേരിക്ക രംഗത്ത് വരും. അമേരിക്കയോ മറ്റൊരു രാജ്യമോ രംഗത്ത് വരും. ഈ രംഗത്ത് വരുന്ന സമയത്ത് ശത്രുത കൂടും. 2 അഭിപ്രായങ്ങളും 2 വർഗീയ കലാപങ്ങളും ആയിട്ട് ജനങ്ങൾ തമ്മിൽ അഭിപ്രായങ്ങളാവും. ഇങ്ങനെ അഭിപ്രായങ്ങളായിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് റഷ്യ ഈ പറയപ്പെടുന്ന, നേരത്തെ നമ്മൾ പറയപ്പെടുന്ന ആ രാജ്യങ്ങളുമായി കൂട്ടുചേരുന്നത്.
ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയുടെ 4 കോണുകളിലും സ്വർഗഭോഗ വിഭാഗങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിരിക്കും. ഇത് എപ്പോൾ സംഭവിക്കും? നമ്മുടെ കാലം കഴിഞ്ഞിട്ടാണോ, നമ്മുടെ കാലത്തിലാണോ? ഞാൻ ദൈവവുമായി കണക്ക് കൂട്ടി, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദാസനെ പോലെ ഇരുന്നുകൊണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ദൈവത്തിൽ നിന്നുള്ള വെളിപാട് ശരിയാണെങ്കിൽ 2030 അതിനോട് ചേർന്ന് നിൽക്കും ഈ സംഭവങ്ങൾ. അതായത് നമ്മുടെ കാലത്ത് തന്നെ ഇത് നടക്കുമെന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. 2030 ആണെങ്കിൽ 12 വർഷം വരെ ഇനി അതിന് കാലതാമസം ഉള്ളൂ. ട്രേഡ് വിപണികൾ നിലം കുത്തനെ തറയി വീഴും. പലരുടെ പണങ്ങൾ നഷ്ടമാകും. പലരും ആത്മഹത്യ ചെയ്യും. അങ്ങനെ കോടികൾ ആയിട്ട് കളിച്ചിരുന്ന പലരും ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് ചാടും. ഇതാണ് 2030 എത്തുന്നത്. എന്നാൽ 2030 എത്തുന്നതിന് മുമ്പ് ട്രേഡിൽ അനേകം മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ 30 കഴിയുമ്പോൾ ട്രേഡ് നിലകുത്തനെ തറയി വീഴും. പലരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ പൊളിയും. പലർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇതിനിടയിൽ നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും ഭൂമി ചൂടുകൊണ്ട് വിണ്ട് കീറുന്ന വാർത്തകൾ നിങ്ങൾ ഇന്ത്യയിൽ വായിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പ്രകൃതിപരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ വായിക്കാൻ ഇടയാകും.